നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ശാലീന ടീച്ചറിൻ്റെ നിത്യതി നൃത്തനാട്യ കലാലയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ 25-ാം തീയതി തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. നമ്മളിങ്ങനെ സ്പോട്ടിലായിട്ട് ഒരു ക്രിസ്മസ് ദിന സമ്മാനം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി നൽകുകയാണ്. ഓക്കെ, ഏത് പാട്ടാണ്? വാതിൽ തുറക്കൂ നീ കാലമേ, കണ്ടോട്ടെ സ്നേഹസ്വരൂപനേ, കുരിശിൽ പിടയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേശനേ. ഓക്കെ, അപ്പോൾ ആ ഒരു മനോഹരമായ ഗാനം നമ്മൾ പാടിക്കൊളമൊക്കെ ഉണ്ടോ? ഇന്നിപ്പോൾ സിദ്ധിമോളില്ലല്ലേ? ഇന്നലെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം നല്ല ടയേർഡായിട്ട് സിദ്ധിക്ക് ഇച്ചിരി വയ്യ, അതുകൊണ്ട് ഇന്ന് ഈ ഷൂട്ടിനില്ല. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ യേശുദേവന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും വലിയ ആശയം നൽകിയ അത്രയും ഒരു സത്യമൂർത്തിയായ ആ ദേവന് മുന്നിൽ പ്രാർത്ഥനയോടുകൂടി അല്ലേ? നിത്യതി നൃത്തനാട്യ കലാലയയിലെ എല്ലാ മക്കളുടെയും രക്ഷകർത്താക്കളുടെയും നമ്മുടെ ടീച്ചേഴ്സാണ് ഈ നിൽക്കുന്നത്. ടീച്ചേഴ്സിന്റെയും എന്റെയും പേരിലായിട്ട് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. കാണാം. സ്റ്റാർട്ടിങ് ആരാ? റെഡി മക്കളെ? നിന്നോ? ഓക്കെ, ചെയ്യാം. റെഡി?
ഓക്കെ. അപ്പോൾ മക്കളെ മൈക്കാരുടെ കയ്യില്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ സിദ്ധിമോള് മാത്രമേ ഇല്ല, സിദ്ധിമോൾക്കും കൂടെ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ 5 പേരും ചേർന്ന് നല്ലൊരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയറിന് നമ്മുടെ അടുത്തൊരു സമ്മാനം വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ക്രിസ്മസ് ഡേയിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഒരു 1/2 മണിക്കൂർ സമയം ഷൂട്ട് ചെയ്ത് ഇനി എഡിറ്റ് ചെയ്ത് മാക്സിമം 1 മണിക്കൂറിനകത്തല്ലേ കൂട്ടുകാർക്ക് നൽകുന്ന ഒരു മനോഹരമായ എന്ന് അവർ തീരുമാനിക്കട്ടെ സമ്മാനമാണ്. അപ്പോൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിളക്കായ ആ യേശുദേവന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിത്യതയിലെ അധ്യാപകരും ഏറ്റവും നല്ല കലാകാരികളായി മാറുന്ന ചേച്ചിയുടെ നിത്യതി മക്കൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ഒപ്പം എൻ്റെ വക ഏറ്റവും വലിയ ഹൃദയത്തിലൊരു സ്പെഷ്യൽ ക്രിസ്മസ് ആശംസ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് മീനാക്ഷി മോളെ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. പിന്നെ അപ്പം ചെയ്തതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തല്ലോ, പെട്ടെന്നായതുകൊണ്ടും പിന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലതായിരുന്നു. നമ്മൾ പെട്ടെന്ന് ചെയ്തതിന്റെ ഒരു പോരായ്മ ഇല്ല എന്നാണ് തോന്നിയത്. എല്ലാരും ചെയ്തിട്ട് കുഴപ്പമില്ല, നല്ലതായിരുന്നു. പിന്നെ ക്രിസ്മസിന്റെ തന്നെ ആ ഒരു ടൈമിൽ തന്നെ എടുക്കാൻ പറ്റിയതിൽ ഒരു വെറൈറ്റി തോന്നി. പെട്ടെന്ന് 25-ന് തന്നെ എടുത്ത് 25-ന് തന്നെ ഇടുന്ന ആദ്യമായിട്ട് റെയറാണ്, ആദ്യമല്ല. ഓക്കെ, റെയറസ്റ്റ്. നമ്മള് നേരത്തെ കൂട്ടി എടുക്കാനത് പ്രോഗ്രാം ആയിരുന്നു, തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന്. പിന്നെ നമ്മൾ 5 പേരെ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. സിദ്ധിക്ക് ഇച്ചിരി സുഖമില്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇന്നലെ സിദ്ധിയുടെ ഒരു കുറവ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നലെ പ്രോഗ്രാം സമയത്ത് എന്ത് ലക്ഷ്മി മോളെ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും മെരി ക്രിസ്മസ്. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ചിന്നി മോളെ? സോറി, അഭിരാമി മോളെ. നന്നായിട്ടുണ്ടായിരുന്നു. അതെന്താ തൂവലൊക്കെ തലയിൽ? ഈ അനാമിക്ക് ഇത് മോഷ്ടിച്ചോണ്ട് പോകുന്ന എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് അവൾക്ക് മുന്നേ ഞാൻ എടുത്ത് തലയിൽ വെച്ചു. അപ്പൊ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ടായിരുന്നു ചേച്ചി. പിന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ശരി, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമികേ? നന്നായി ചേച്ചി. എന്നെ മോളേന്ന് വിളിച്ചില്ല. നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്നലെ പ്രോഗ്രാം ആയിരുന്നു, ഇന്നിപ്പോ എല്ലാം ഷൂട്ട് ചെയ്തു. എല്ലാവർക്കും മെരി ക്രിസ്മസ്. ജാനുവരി മുതലാണ് നമ്മുടെ കറക്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? ആദ്യം തന്നെ എല്ലാവർക്കും മേരി ക്രിസ്മസ്. ഞാൻ എക്സ്ട്രാ ഗോൾ അടിച്ചു. നന്നായിരുന്നു ചേച്ചി. നമ്മള് ഇതുപോലെ ക്രിസ്മസിന്റെ അന്ന് രാവിലെ ഷൂട്ട് ചെയ്ത്, രാവിലെ അല്ല, ഇപ്പൊ ഉച്ചക്ക് 2 മണിയായി. ഓക്കെ, ഷൂട്ട് ചെയ്ത് പെട്ടെന്നായതുകൊണ്ട് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന അറിയില്ല. പെട്ടെന്ന് നമ്മൾ ചെയ്തതല്ലേ, എങ്കിലും മാക്സിമം ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു. ശരി, ഓക്കെ മക്കളെ. അപ്പോൾ നല്ലൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ന്യൂ ഇയർ ആശംസയും ക്രിസ്മസ് ആശംസയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിത്യതി മക്കൾ നല്ലൊരു ടാറ്റ പറഞ്ഞു.